നമ്മൾ ജൈവകൃഷി ചെയ്യുമ്പോൾ ആ ജൈവകൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്നും കൂടുതൽ വിളവ് കിട്ടണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അതിന് ശരിയായ വളം ചെയ്താലേ കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വളങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ വിൽപ്പന നടത്തുന്നത്. കാരണം എല്ലാവർക്കും ഉപയോഗപ്രദമാണ് ഈ വളം. അപ്പോൾ ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണ് സംഘടിപ്പിച്ചെടുക്കാൻ. പക്ഷേ സംഘടിപ്പിച്ചെടുത്ത് അത് കൊടുക്കാതെ നല്ലൊരു വിളവ് കിട്ടില്ല. അപ്പോൾ ഇത് ഉള്ളിത്തോലാണ്. ഉള്ളിത്തോൽ എന്ന് പറഞ്ഞാൽ പൊട്ടാഷാണ്, നിറയെ പൊട്ടാഷ് അടങ്ങിയതാണ്. അപ്പോൾ ഈ ഉള്ളിത്തോൽ ഇത് 1/4 കിലോയുടെ പാക്കറ്റാണ്. അപ്പോൾ 1/4 കിലോയുടെ പാക്കറ്റിന് 200 രൂപയാണ്. അതുപോലെ ഇത് മറ്റേ മുട്ടത്തോട് പൊടിച്ചതാണ്, അത് 200 രൂപയാണ്. അപ്പോൾ ഇത് രണ്ടും സെറ്റാണ്, രണ്ടും കൂടി ചേർത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പൂക്കളുണ്ടാകാനും നിറയെ പൂക്കളുണ്ടാകാനും അതുപോലെ ആ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോവാതെ നല്ല രീതിയിൽ അത് കായായിട്ട് മാറാനും ഈ കാൽഷ്യം അടങ്ങിയ മുട്ടത്തോട് കൊടുക്കണം. അപ്പോൾ ഈ മുട്ടത്തോട് ഉള്ളിത്തോടൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ച് കാണും. പക്ഷേ അതുകൊണ്ട് കൂടുതൽ ജൈവകൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനായിട്ട് കൂടുതൽ സംഘടിപ്പിക്കണം. അപ്പോൾ ഞാനതുപോലെ സംഘടിപ്പിച്ച് പലർക്കും ആവശ്യപ്പെട്ട പ്രകാരം കൊടുക്കുന്നു. ഇതിപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ വച്ചിരിക്കുന്നതാണ്. 4 പാക്കറ്റ് മുട്ടത്തോടുണ്ട്. ഉണ്ടോ, ഇതിൽ 2 പാക്കറ്റ് മുട്ടത്തോടും 2 പാക്കറ്റ് ഉള്ളിത്തോലുമാണ്. ഇതുണ്ട്. ഇതിൽ നിന്ന് എടുത്തതാണ്. ഇത് 4 പാക്കറ്റ് വീതം ഒരാൾക്ക് അയക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പൊടി ഇരിപ്പുണ്ട്, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഞാൻ വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വാട്സാപ്പിൽ മാത്രമേ വിളിക്കാവൂ. കാരണം ഇതെല്ലാം പ്രോസസ്സിങ് നടക്കുന്നത് വാട്സാപ്പിലാണ്. സാധാ കോൾ വിളിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ ഈ വാട്സാപ്പ് നമ്പർ എടുത്ത് നിങ്ങളുടെ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് ഹായ് അയച്ചാൽ ഞാനപ്പോൾ തന്നെ അതിന് മറുപടി അയക്കും. മുട്ട ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്, അതുപോലെ ഉള്ളി ഉപയോഗിക്കാത്തവരുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൃഷി ചെയ്യാതെ പറ്റില്ല. കാരണം നമ്മൾ ഈ ജൈവ കൃഷി ചെയ്യുന്നത് ലാഭം നോക്കിയിട്ടല്ല. ജൈവ കൃഷിക്ക് പൈസ മുടക്കുന്നത് നഷ്ടമല്ല. അതിൽ നിന്നും ലാഭം കിട്ടിയില്ലെങ്കിൽ 1000 രൂപ മുടക്കിയിട്ട് 1000 രൂപയുടെ പച്ചക്കറി നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് നഷ്ടമല്ല. എൻ്റെ കണക്കിൽ ലാഭമാണ്. കാരണം നമുക്ക് ആശുപത്രി ബില്ല് ഒഴിവാക്കാം. സ്ഥിരമായിട്ട് നമ്മൾ ജൈവ കൃഷി ചെയ്ത് ആ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ഈ വിഷവസ്തുക്കൾ കയറിയ പച്ചക്കറികൾ ഒഴിവാക്കി, അതായത് രാസവളങ്ങളും അതുപോലെ രാസ കീടനാശിനിയും ഭയങ്കര ഈ എൻഡോസൾഫാനൊക്കെ അതിനെ കവച്ച് വയ്ക്കുന്ന കീടനാശിനികളാണ് ഈ പച്ചക്കറികൾ അടിച്ചു വിടുന്നത്. അപ്പോൾ ഈ സാധനമൊക്കെയാണ് നമ്മൾ വലിച്ചു കയറ്റുന്നത്. പലതരം അസുഖങ്ങളാണ്, 10-30ഓളം അസുഖങ്ങൾ ഇതുകൊണ്ട് തന്നെ വരുന്നുണ്ട് ഈ വിഷപ്പച്ചക്കറി കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ ജോലിയുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ലീവ് എടുത്താൽ അതിൻ്റെ പൈസ പോയാലും കുഴപ്പമില്ല, പച്ചക്കറിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ അത് നമ്മുടെ അനുഭവമാണുള്ളത്. നമ്മളിപ്പോൾ ഞാൻ പറയുന്നതല്ലല്ലോ, അത് എല്ലാവർക്കും അനുഭവമുള്ളതല്ലേ ഈ കൊടും വിഷം അടിച്ച പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ആഴ്ചയിൽ 2 ദിവസം അവധി എടുത്താണെങ്കിലും ജൈവ പച്ചക്കറിയിലേക്ക് പോകണം. ആശുപത്രി ബില്ല് എത്രയാണ്? അപ്പോൾ അതുകൊണ്ടുള്ള അസ്വസ്ഥതകൾ എന്തെല്ലാം ആണ്. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതൊക്കെ കുട്ടികൾക്കല്ലേ, അവർക്കുള്ള ബുദ്ധിക്ക് ഇത് വരുന്നു, എല്ലാത്തിലും ലാസ്റ്റായിട്ട് മാറുന്നു. അപ്പോൾ എല്ലാത്തിലും ഒന്നാമനായിട്ട് കുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഈ വിഷങ്ങളൊക്കെ മാറ്റി അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ജൈവ പച്ചക്കറി അധികം കിട്ടിയില്ലെങ്കിൽ നഷ്ടമല്ല, ആശുപത്രി ബില്ലിനെ അപേക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന ലാഭകരമായ പ്രവൃത്തിയാണ്. ഇനി ഇത് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറെ കഷ്ടപ്പാടാണ്. നമ്മളിത് നേരിട്ട് ഉള്ളിത്തൊലി കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല. അത് കുറേ മാസങ്ങളായിട്ട് അതിൻ്റെ ചുവട്ടിൽ കിടക്കുകയുള്ളൂ, അത് മണ്ണിൽ ലയിക്കില്ല. അപ്പോൾ അത് ലയിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പൊടിക്കുന്നത്. ഇത് പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. പൊടിച്ചവരുണ്ടാവും, അവർക്കറിയാം അതിൻ്റെ എഫർട്ട് എന്താണെന്ന്, ബുദ്ധിമുട്ടുകൾ അവർക്കറിയാം. നമ്മളിത് വെയിലത്തിട്ട് നന്നായി ഉണക്കി, ആ ഉണങ്ങി വരുമ്പോൾ തന്നെ അതെടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് തിരുമ്മി പൊടിച്ച് ഒരു പരുവത്തിലൊന്ന് ഒതുക്കി എടുത്തതിന് ശേഷം ആ ചൂട് പോകാതെ തന്നെ മിക്സിയിലടിക്കണം. മിക്സിയിലടിക്കുന്നത് എങ്ങനെയാണ്? മിക്സി നിറയിട്ട് അമർത്തി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ കറങ്ങുള്ളൂ, പൊടിയില്ല. കുറച്ചേ മിക്സിയിലിടാവും. മിക്സിയുടെ ജാറിൻ്റെ പകുതി വരെ നമ്മുടെ ഈ സാധനം ഇടാവും. എന്നിട്ട് അത് കറക്കിയാൽ, അത് ഓൺ ചെയ്താലാണ് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അത്ര എഫർട്ട് എടുത്താണ് ഇത് പൊടിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഞാൻ വില അധികം കൂട്ടിയിട്ടില്ല. 200 രൂപയാണ്. ഇത് 66 രൂപ സ്പീഡ് പോസ്റ്റിന് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ബോക്സ് സംഘടിപ്പിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ലാഭമുള്ളത്? പക്ഷേ എല്ലാ സ്ഥലത്തും ഇത് എത്തിക്കുക, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തെടുക്കണം. ഇതൊരു സ്പൂണ്, ഇതൊരു സ്പൂണ്. അങ്ങനെ
3 ആഴ്ച കൂടുമ്പോൾ ചെയ്യാം. 2 ആഴ്ചയിൽ ഇടയ്ക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയ്യാനേ പറ്റുള്ളൂവെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അത്രയും നല്ലതാണ് ചെടിക്ക്. 500-ഓളം പേരിപ്പോൾ എന്നോട് മേടിച്ചിട്ടുണ്ട് ഇത്. പക്ഷേ എല്ലാവരും നല്ല അഭിപ്രായമാണ്. അത് പാഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാവരും അറിയിക്കുന്നുണ്ട്, ചേട്ടാ പാഴ്സൽ വന്നു കേട്ടോ, താങ്ക് യു എന്നും പറഞ്ഞ് അറിയിക്കുന്നുണ്ട്. അതിനെല്ലാവരും അറിയിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.